മൊസാംബിക്കിലെ കാംബോ ഡെൽഗാഡോ പ്രവിശ്യയിലെ ചരിത്രപ്രസിദ്ധമായ കത്തോലിക്ക ദേവാലയം തീയിട്ട് നശിപ്പിച്ച് തീവ്രവാദികൾ. ഏപ്രിൽ 30 വൈകുന്നേരം 4 മണിയോടെയാണ് വടക്കൻ മൊസാംബിക്കിലെ മെസ്സയിലുള്ള സെന്റ് ലൂയിസ് ഓഫ് മോൺഫോർട്ട് ഇടവക ദേവാലയം ഭീകരർ ആക്രമിച്ചത്. 1946 സ്ഥാപിതമായ മേഖലയിലെ കത്തോലിക്ക സാന്നിധ്യത്തിന്റെ പ്രതീകമായിരുന്ന ഈ ചരിത്ര ദേവാലയം ആക്രമണത്തിൽ പൂർണ്ണമായും കത്തിനശിച്ചു. പള്ളിക്കു പുറമെ സമീപത്തെ വീടുകളും അടിസ്ഥാന സൗകര്യങ്ങളും ഭീകരർ തകർത്തു. ആക്രമണ സമയത്ത് ഭീകരർ സാധാരണക്കാരെ തടഞ്ഞുവെക്കുകയും അവർക്കു മുന്നിൽ വെറുപ്പിന്റെ പ്രസംഗങ്ങൾ നടത്തുകയും ചെയ്തു. പള്ളിയിലുണ്ടായിരുന്ന മിഷണറിമാർ പരിക്കേൽക്കാതെ രക്ഷപ്പെട്ടെങ്കിലും പ്രാദേശിക സമൂഹം വലിയ ആഘാതത്തിലാണ്. കഴിഞ്ഞ 9 വർഷമായി ഈ മേഖലയിൽ ഇസ്ലാമിക് സ്റ്റേറ്റ് ബന്ധമുള്ള തീവ്രവാദികൾ ആക്രമണം തുടരുകയാണ്. പെമ്പ രൂപതയുടെ കണക്കനുസരിച്ച് 2017 ഒക്ടോബറിന് ശേഷം ഇതുവരെ 117ലധികം പള്ളികളും ചാപ്പലുകളും തകർക്കപ്പെട്ടിട്ടുണ്ട്. 2025 മാത്രം 23 പള്ളികൾ ഇത്തരത്തിൽ നശിപ്പിക്കപ്പെട്ടു. ജനങ്ങളുടെ വിശ്വാസത്തെ കത്തിച്ചു കളയാനാവില്ല. അത് ഓരോ ദിവസവും പുനർനിർമ്മിക്കപ്പെടുമെന്ന് പെമ്പ ബിഷപ്പ് ആന്റണി ജൂലിയാസെ ഫെരേര സാന്ദ്രാമോ പ്രസ്താവിച്ചു. ഇരകളാക്കപ്പെട്ടവർക്കായി അന്താരാഷ്ട്ര സമൂഹത്തിന്റെ സഹായവും അദ്ദേഹം അഭ്യർത്ഥിച്ചു. കഴിഞ്ഞ ഡിസംബറിൽ വത്തിക്കാൻ സ്റ്റേറ്റ് സെക്രട്ടറി കാർഡിനൽ പിയട്രോ പരോളിൻ ഈ പ്രദേശം സന്ദർശിക്കുകയും ആക്രമണത്തിന് ഇരയായവരോട് ഐക്യദാർഢ്യം പ്രകടിപ്പിക്കുകയും ചെയ്തിരുന്നു. ഇതുവരെയുള്ള ആക്രമണങ്ങളിൽ 300ലധികം കത്തോലിക്കർ ഈ മേഖലയിൽ കൊല്ലപ്പെട്ടതായാണ് റിപ്പോർട്ടുകൾ.